മലയാളത്തിൻ്റെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നടിമാരിലൊരാളാണ് പാർവതി തിരുവോത്ത്. മലയാള സിനിമയിലെ അഭിമാന താരങ്ങളിലൊരാളായി മാറിയ പാർവതി 2006 ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിലൂടെയാണ് സഹനടിയായി അഭിനയം തുടങ്ങിയത്. പിന്നീടങ്ങോട്ട് കാമ്പുള്ള കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തൻ്റേതായ ഇടമുറപ്പിക്കാൻ പാർവതിക്ക് സാധിച്ചു. മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരവും പാർവതിയെ തേടിയെത്തി. മാതൃത്വം എന്ന കൺസെപ്റ്റിനോട് തനിക്കുണ്ടായിരുന്ന ഒബ്സഷനെക്കുറിച്ച് പാർവതി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഹെർ എന്ന പുതിയ സിനിമയുടെ പ്രമോഷനിടെയായിരുന്നു പാർവതി ഇക്കാര്യത്തെക്കുറിച്ച് വാചാലയായത്. എൻ്റെ മകളുടെ പേര് ഞാൻ ശരീരത്തിൽ ടാറ്റു ചെയ്തിട്ടുണ്ട്. 7 വയസ്സായ സമയത്ത് ഞാൻ തീരുമാനിച്ചു എൻ്റെ മകളുടെ പേരെന്താണെന്ന്. 27-ാം വയസ്സിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, പൊരുത്തപ്പെട്ടൊന്നും നടക്കുന്നില്ല, ഞാൻ മിക്കവാറും ദത്തെടുക്കുകയാവും അമ്മയെന്ന്. എനിക്കൊരു കുഞ്ഞ് വേണമെങ്കിൽ ഞാൻ ദത്തെടുക്കും. പക്ഷേ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടുണ്ട് അക്കാര്യത്തിൽ. പാർവതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. മലയാളത്തിൽ മാത്രമല്ല തമിഴകത്തും ബോളിവുഡിലുമടക്കം പ്രേക്ഷക പ്രീതി നേടാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ കാമ്പുള്ള കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിൽ എത്തിക്കുക എന്നതിനപ്പുറം സിനിമാ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന താരം കൂടിയാണ് പാർവതി. അഭിപ്രായങ്ങളുടെ പേരിൽ സിനിമയിൽ പല അവസരങ്ങളും നഷ്ടപ്പെട്ട പാർവതി തൻ്റെ നിലപാടുകൾ എപ്പോഴും വ്യക്തമാക്കാറുണ്ട്. WCC സംഘടനയ്ക്കൊപ്പം ചേർന്ന് പാർവതിയടക്കം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതിൻ്റെ പേരിലും സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പാർവതിക്ക്. പഴയതിനേക്കാളും ശക്തമായി സിനിമാ രംഗത്ത് പാർവതി ഇപ്പോൾ സജീവ സാന്നിധ്യമാണ്. കുട്ടിക്കാലത്ത് തനിക്ക് അമ്മയാകാൻ തോന്നിയിരുന്നെന്നും പാർവതി പറഞ്ഞു. അമ്മയാകണമെങ്കിൽ ദത്തെടുക്കേണ്ടി വരുമെന്ന് തോന്നി. കുഞ്ഞിൻ്റെ പേര് എനിക്കറിയാമായിരുന്നു. ഞാൻ പച്ചകുത്തി. എൻ്റെ ദേഹത്ത് എൻ്റെ മോളുടെ പേരുണ്ട്. എന്നാൽ ഇന്ന് പല കാരണങ്ങളാൽ എനിക്ക് അമ്മയാകണമെന്ന് ഉറപ്പില്ല. പരിസ്ഥിതി പ്രശ്നങ്ങളും മറ്റുമുണ്ട്. പൊളിറ്റിക്കൽ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. ഒരു പക്ഷേ പങ്കാളിയുണ്ടെങ്കിൽ ഇതൊന്നും ചിന്തിച്ചേക്കില്ല. എൻ്റെ വളർത്തുനായെക്കുറിച്ച് ഞാൻ പറയാറുള്ളത് എൻ്റെ ഹൃദയം എൻ്റെ ദേഹത്ത് നിന്ന് പുറത്തു വന്ന് നടന്നു പോകുന്നു എന്നാണ്. അവനെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മരിക്കും എന്ന തോന്നൽ. അതെനിക്കും അരുമ മൃഗത്തോട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞിനോടോ ദത്തെടുക്കുന്ന കുഞ്ഞിനോടോ ഉള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കാനാകും. എനിക്ക് എത്ര പ്രായമായാലും അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ആശങ്ക ഞാൻ സേഫാണോ ഹാപ്പിയാണോ എന്നായിരിക്കും. ഞാൻ സുരക്ഷിതയും സന്തോഷവതിയും ആയിരിക്കും എന്നാണ് അവർക്ക് ഞാൻ കൊടുക്കാറുള്ള ഉറപ്പ്. കല്യാണം കഴിക്കുമെന്നോ എവിടെ ജീവിക്കുമെന്നോ എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. ഞാൻ സേഫാണെന്ന് ഉറപ്പ് വരുത്തും. റിലേഷൻഷിപ്പിനെക്കുറിച്ചും എൻ്റെ കാഴ്ചപ്പാടുണ്ട്. എല്ലാവർക്കും ഒരു സംഭവം തന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് വേണമെന്നില്ല. എനിക്ക് കമ്പാനിയൻഷിപ്പാണ് വേണ്ടത്. പക്ഷേ വേറൊരാൾക്ക് അതായിരിക്കില്ല വേണ്ടത്. ചിലർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിരിക്കും വേണ്ടത്. ചിലർക്ക് കൂടുതൽ സംസാരിക്കണമെന്നുണ്ടാകില്ല. കുട്ടികൾ വേണമെന്നായിരിക്കും മറ്റു ചിലർക്ക്. അതിനെ മറ്റൊരാൾ ജഡ്ജ് ചെയ്യേണ്ടതില്ലെന്നും പാർവതി പറഞ്ഞു.